ഇസ്രായേൽ ആണവ പരീക്ഷണം നടത്തിയോ പ്രിയ? ഇസ്രായേൽ ആണവ പരീക്ഷണം നടത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷേ ആണവ പരീക്ഷണം നടത്തിയെന്ന ഊഹാപോഹങ്ങൾ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. ഇസ്രായേൽ ഒരു ആണവ രാജ്യമാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 2000 എല്ലാ അടിസ്ഥാനപരമായ കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പോർട്ടുകൾ വരുന്നത് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഔദ്യോഗിക സ്ഥിരീകരണമില്ലെങ്കിൽ ഈ വാർത്ത ഉണ്ടാകാൻ ചില കാരണങ്ങളുണ്ട്. അത് നമുക്ക് പറയാം. അതിലൊന്നാമത്തേതെന്ന് പറഞ്ഞാൽ 2026 ജനുവരി 15 അതായത് കഴിഞ്ഞ ദിവസം ഇസ്രയേലിലെ നഗേവ് എന്ന് പറയുന്ന മരുഭൂമി പ്രദേശത്ത് ഡിമോണ എന്ന് പറയുന്ന ഒരു ആണവ കേന്ദ്രമുണ്ട്. ഇസ്രയേലിൻ്റെ അതീവ രഹസ്യമായിട്ട് ഇസ്രയേൽ നടത്തുന്ന ആണവ പരീക്ഷണങ്ങളൊക്കെ അവിടെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതീവ രഹസ്യമായിട്ടുള്ള ഒരു ഭൂഗർഭ പരീക്ഷണശാലയാണത് എന്നാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ ആ ഭൂഗർഭ പരീക്ഷണശാലയ്ക്കകത്ത് അവർ ഒരു പരീക്ഷണം നടത്തിയതാണോ, ഇല്ലെങ്കിൽ ആ പ്രദേശത്ത് അവർ എവിടെയെങ്കിലും ഒരു ആണവ പരീക്ഷണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് വലിയ സംശയം ഉണ്ടാക്കുന്നത്. കാരണം ഈ 15-ാം തീയതി അവിടെ റിക്ടർ സ്കെയിലിൽ ഏതാണ്ട് 3.9 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഉണ്ടായി. ആ പ്രദേശമാകെ ഈ തീവ്രതയിൽ ഒരു ഭൂചലനം ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ഒരു ആണവ പരീക്ഷണം നടന്നിരിക്കാം എന്ന് സംശയിക്കുമല്ലോ. സംശയമാണ്. ആ സംശയം ശരിയാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ സംശയം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാരണം എന്താ, ഇസ്രയേലും ഇറാനും തമ്മിലൊരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ്, ജനങ്ങൾ തെരുവിലാണ്, അധികാരമാറ്റത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രയേൽ ഒരു ആറ്റം ബോംബ് പരീക്ഷിച്ചു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതെന്തിനു വേണ്ടി പരീക്ഷിച്ചു? ഒന്നുകിൽ ഇസ്രയേൽ ഇറാനെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയാണ്, ഞങ്ങളുടെ കയ്യിൽ സാധനമുണ്ട്, വേണ്ടി വന്നാൽ എടുത്തടിക്കും എന്ന രീതിയിൽ ഒരു ഭീഷണി അവിടെ ഇസ്രായേൽ കൊടുക്കുന്നുണ്ട്. ഒരു ഓർമ്മപ്പെടുത്തൽ കൊടുക്കുന്നുണ്ട്, അധികം കളിക്കണ്ട, US-ൻ്റെ ഏതൊക്കെ കേന്ദ്രങ്ങളുണ്ട് അവിടെ എല്ലാം ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഇറാനോട് പറയുകയാണ് ഇസ്രായേൽ, നീ എവിടെയൊക്കെ ആക്രമിക്കുമെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ കയ്യിൽ ആറ്റം ബോംബുണ്ട്, അതെടുത്ത് ഞങ്ങൾ നിൻ്റെ നേരെ പ്രയോഗിച്ചാൽ ബാക്കി ഉണ്ടാകില്ല ഖമനേയി നീ എന്നാണ് ഇസ്രായേൽ പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്നാണ്. ഇനി അങ്ങനെ ഇറാനെ ഭയപ്പെടുത്താൻ പറയുന്നതാണ് എന്ന വാദം ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുവശത്ത് പറയുന്നു ഇതല്ല, സ്വാഭാവികമായുണ്ടായ ഒരു ഭൂചലനമാണ് എന്നുള്ളതായിട്ട് ഒരു വാദം മറ്റുള്ളവർ ചിലർ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ആണവ പരീക്ഷണമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു ഊഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ആണവ പരീക്ഷണമാകില്ല, ചിലപ്പോൾ മിസൈൽ പരീക്ഷണമാകാം. ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ പരീക്ഷണം. അതിൽ ഇസ്രായേലിന് അധിഗംഭീരമായ മിസൈലുകളുണ്ട് എന്നുള്ളതാണ്. ജെറിക്കോ എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട്. അപ്പോൾ ആ ജെറിക്കോ 3 എന്ന് പറയുന്ന മിസൈൽ പരീക്ഷിച്ചതാവാം. അതായിരിക്കാം ഇത്ര ഉഗ്ര സ്ഫോടനം നടന്നതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭൂചലനത്തിൻ്റെ ലക്ഷണം കാണിക്കുന്നത് അതായിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നേവേദ്യം എന്ന് പറയുന്ന ഒരു എയർബേസ് ഉണ്ട് ഇസ്രയേലിന്. ഇസ്രയേലിൽ ആ എയർബേസിലും ഒരു സ്ഫോടനം നടന്നതായിട്ടും അതിന് ഈ മിസൈൽ പരീക്ഷണമാണ് എന്ന് അതും ഇതുപോലെ ഒരു ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീവ്രത ഇത്രത്തോളം ഇല്ലായിരുന്നു എന്നുള്ളതാണ്, എങ്കിലും അവിടെയും ഒരു ഭൂചലനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ജെറിക്കോ 3 എന്ന് പറയുന്ന ഈ പറയുന്ന മിസൈലിൻ്റെ പുതിയ വകഭേദങ്ങൾ പരീക്ഷിച്ചതായിരിക്കാം. അതായത് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ പൊട്ടിച്ചു നോക്കിയതായിരിക്കാം എന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇത്രയും ഊഹങ്ങൾ, ഇത്രയും സാധ്യതകൾ നമ്മൾ പറയുമ്പോൾ ഇസ്രയേൽ എന്ത് പറയുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ഇസ്രയേൽ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഇസ്രയേൽ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇസ്രയേൽ അവർ ആണവ പരീക്ഷണം നടത്തിയെന്ന് പറഞ്ഞോ? ഇല്ല. നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞോ? ഇല്ല. ഇസ്രയേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ ആംബിഗ്വിറ്റി നേഷനാണ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ആണവായുധമുള്ള രാജ്യമാണോ എന്നുള്ളതിൽ സ്ഥിരീകരണമില്ല. ആണവ അവ്യക്തത നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന ഇസ്രയേൽ. അപ്പോൾ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെല്ലാം നമ്മൾ ഈ ആണവ രാജ്യങ്ങൾ ഏതൊക്കെയെന്നുള്ള ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇസ്രയേലുണ്ട്. അതെങ്ങനെ ഇസ്രയേൽ വന്നു എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അത് അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി ഉണ്ട്, IAEA. അവർ പറയുന്നതും ഈ പറയുന്ന ആണവായുധം പരീക്ഷിച്ചതായിട്ട് ഒരു സ്ഥിരീകരണവും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ വേണം. ഇവർ ആണവായുധം പരീക്ഷിച്ചോ, ഇവർ പൊട്ടിച്ചോ എങ്കിൽ അവിടെ റേഡിയേഷൻ ഉണ്ടായോ, ആ റേഡിയേഷൻ്റെ വികിരണ തോത് എത്രയാണ്, ഇതൊക്കെ പരീക്ഷിക്കാനും അറിയാനും കഴിയുന്ന ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കണം. അത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയ തെളിവും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആണവായുധം പ്രയോഗിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണവായുധം പ്രയോഗിച്ച് കാണുമോ എന്ന് സംശയിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇല്ല, ഇനി ഉഗ്രശേഷിയുള്ള മിസൈലുകളുടെ പരീക്ഷണമാണോ നടന്നത് എന്നും സംശയിക്കാം, അങ്ങനെയും സംശയിക്കാം. എന്തായാലും കഴിഞ്ഞ ദിവസം
ഇസ്രയേലിലെ ഒരു വിമാനം, അതായത് പ്രസിഡന്റ് നമ്മൾ ചെയ്ത വാർത്തയാണ്, ആ വിമാനം ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ അവിടുന്ന് പറന്നുയർന്ന് അത് ഗ്രീക്ക് ഭാഗത്തേക്ക്, ഗ്രീക്കിൻ്റെ സമീപ മേഖലയിലേക്ക് പറന്നു പോയതായിട്ടൊരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തയും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ആ വിമാനം എന്തിനാണ് പറന്നത് എന്നുള്ളത് അറിയില്ല. അമേരിക്കയിലും സമാനമായിട്ടുള്ള അമേരിക്കയുടെ ഒരു പറക്കും പെൻറ്റഗൺ എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട്. ആ വിമാനവും ജനുവരിയിൽ 2 വട്ടം പറന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വായിക്കാൻ കഴിയും. കാരണം ഈ ആണവശേഷി, കാരണം ഈ അമേരിക്കയെ പോലും നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. നിലപാടുകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള രാജ്യമാണ്. അമേരിക്കയുടെ ബി പാർട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇസ്രായേലിനെ കാണാം. മറ്റൊരു ബി പാർട്ട് കൂടെ ഉണ്ട്, അത് UK ആണ്. UK-യും അമേരിക്കയും തമ്മിലുള്ള കണക്ഷൻ പോലെ തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇത്രയും വലിയ ബന്ധമുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അമേരിക്ക ആണവശക്തിയാണ്. സ്വാഭാവികമായിട്ടും ആണവശക്തിയായ അമേരിക്ക അവരുടെ പാർട്ട്ണറായിട്ടുള്ള ഇസ്രായേലിന് ആ ആയുധം കൈമാറാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല, കൈമാറിയിട്ടുണ്ടാകണം. അപ്പോൾ ആണവരാജ്യമായിട്ട് ഇസ്രായേലിനെ കണക്കാക്കുന്നതിന് കാരണം അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇസ്രായേൽ തങ്ങളുടെ പക്കലുള്ള ഒരു ആണവായുധം എടുത്ത് പരീക്ഷിച്ചൊന്ന് പൊട്ടിച്ചു നോക്കി. ഇറാനെ ഒന്ന് ഭയപ്പെടുത്താൻ, ഇറാനെ അറിയിക്കാൻ, ഞങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്, നീ അധികം കിടന്ന് കളിക്കണ്ട എന്നുള്ളത് ഒന്ന് പറയുന്നതാണ് ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ നമുക്കിതിൽ നിന്ന് കണക്കാക്കാൻ കഴിയും. അങ്ങനെ ഇസ്രായേൽ ഒരു ശക്തിമത്തായ ഒരു ആണവരാജ്യമാണ്. ആ രാജ്യം കൃത്യമായിട്ട് ആണവായുധം കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അത് ഇതുവരെ വെളിപ്പെടുത്താത്ത സാഹചര്യം ഉള്ളതുകൊണ്ട്, അതായത് ഇന്ത്യ ഒരു ആണവശക്തിയാണെന്ന് ലോകത്തിന് അറിയാം. പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്, അതിൽ പലതും തകർന്നു പോയി എന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ കൂടിയും ഇസ്രായേൽ ഇതുവരെയും പരീക്ഷണം നടത്തിയിട്ടില്ല. ഇസ്രായേലിനൊരു പ്രശ്നം വന്നാൽ അമേരിക്ക ആ ആണവായുധം കൊടുത്തേക്കുമെന്നുള്ളതല്ലാതെ കയ്യിലുണ്ടോ, അവർ പൊട്ടിച്ചിട്ടുണ്ടോ, അവർക്ക് പൊട്ടിക്കാൻ കഴിയുമോ, ഈ സംശയത്തിന്, ഈ അവ്യക്തതയ്ക്ക് ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത് എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു. ഇനി അല്ല, ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് പരീക്ഷിച്ചതെങ്കിൽ കൂടിയും ഒന്നും ആലോചിച്ച് നോക്കൂ, അപ്പോഴും അവിടെ തെളിവായി. അതുപോലെ തന്നെ വേറൊരു വാർത്ത വരുന്നുണ്ടായിരുന്നു, അതായത് അമേരിക്ക 24 മണിക്കൂറാണ് ഇറാന് കൊടുത്ത സമയപരിധി എന്ന് പറയുന്നത്. ഇതിനിടയിൽ നെതന്യാഹുവിൻ്റെ കോൾ ട്രംപിന് ചെന്നിരിക്കുന്നു. അവിടെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ സംഗതി ഭീകരമായൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതെ, അപ്പോൾ എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട്. അതായത് ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും അവരുടെ മിലിറ്ററി പവറിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, അവരത് വർദ്ധിപ്പിക്കുന്നുണ്ട്, ട്രൂപ്പുകളുടെ എണ്ണം കൂട്ടുന്നുണ്ട്, യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകളും റെഡിയാക്കി നിർത്തുന്നുണ്ട്, അന്തർവാഹിനികളടക്കം സജ്ജീകരിച്ച് നിർത്തുന്നുണ്ട്. എല്ലാ തരത്തിലും ഓരോ രാജ്യവും തയ്യാറെടുത്തിരിക്കുന്നു എന്തിനോ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അധികം വൈകാതെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ പൊട്ടിച്ചത് ആണവായുധമാണോ, അതിലും മാരകമായ മറ്റേതെങ്കിലും അത് ആയുധമാണോ എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ഒരു ആയുധം ഇസ്രായേൽ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് പ്രയോഗിക്കാൻ പോകുന്ന ഇറാനൊക്കെയാണെങ്കിൽ നമ്മളടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട്, ഇന്ത്യ അടക്കം. അതുകൊണ്ട് വലിയൊരു അശാന്തി ഭൂമിയിലാകെ തന്നെ, ഭൂഗോളത്തിലാകെ തന്നെ നിലനിൽക്കുന്നു. ഇറാൻ ഒരു വശത്ത്, മറുവശത്ത് ഇസ്രായേലും അമേരിക്കയും. ഇനി ഗ്രീൻലാൻഡിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ ശക്തികൾ ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്. വലിയ രീതിയിൽ ഒരു അശാന്തി ഭൂമിയിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്തായാലും ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധമുണ്ട്, അത് നമുക്ക് നിഷേധിക്കേണ്ട, നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഏതായാലും ആണവായുധം വെച്ച് അവർ പരീക്ഷണം നടത്തിയോ എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അത് സ്ഥിരീകരിക്കുമ്പോൾ അറിയാം എന്താണ് ശരിക്കും സംഭവിച്ചത്. ഇനി പക്ഷേ എന്തുണ്ടാകും, ഇതെവിടെയെങ്കിലും എടുത്ത് അവർ അടിക്കുമോ എന്നുള്ളത് വലിയ വലിയ ഭയത്തോടു കൂടി ലോകം കാണുന്ന കാര്യമാണ്. ആ തീരുമാനമൊക്കെ കണ്ടറിയാനേ നിവൃത്തിയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനുള്ളിലേക്ക് എത്തും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, അത് അമർത്തുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഒപ്പം തന്നെ ഇന്ത്യ ലൈവിൻ്റെ പുതിയ ആധ്യാത്മിക ചാനലായിട്ടുള്ള പുണ്യം എന്ന ചാനലും, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൊളാബ് ചെയ്യുന്ന വീഡിയോകൾ ഇന്ത്യ ലൈവിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പുണ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആധ്യാത്മിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് മറുപടിയായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.